വയനാട് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പാണ് നടന്നത്, ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അവിടെ പ്രതീക്ഷിച്ച പോലെ പോളിംഗ് ഉയർന്നിട്ടില്ല ഇത്തവണ. കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ UDF ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്നാണ്. പക്ഷേ അത്രത്തോളം വോട്ടിംഗ് നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ പോളിംഗ് കുറഞ്ഞത്? അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളല്ലേ ഇതെല്ലാം. ഈ 3 തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ നേതൃത്വം എല്ലാ പാർട്ടികളും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് രാജ്യത്തിന് ചിലവാണ്, സംസ്ഥാനത്തിന് ചിലവാണ്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അടിക്കടി വരുന്നത്, പ്രത്യേകിച്ച് ഒരാൾ മരിച്ചുപോയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഒരാൾക്ക് ലോക്സഭയിലേക്ക് നിൽക്കാൻ അസംബ്ലി ഒഴിയുന്നു. അത് പാലക്കാടായാലും ചേലക്കരയായാലും വയനാടായാലും ഇതേ വിമർശനം വരുന്നു. ഇപ്പോൾ നാളെ വയനാടിനെ കുറിച്ചൊരു ചോദ്യം വരുന്നത്, ഈ കോൺഗ്രസിന് ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കാവുന്ന രീതിയിൽ ജനകീയത അടുത്ത ഇലക്ഷനിൽ വരുന്നു എന്നിരിക്കട്ടെ, 2029 പശ്ചാത്തലം. അന്ന് പ്രിയങ്ക ഗാന്ധി വയനാട് നിൽക്കുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വിട്ടത്? ആപത്തിന് സഹായിച്ച വയനാടിനെ ഉപേക്ഷിച്ച് പോയതെന്തിനാണ്? അപ്പോൾ ഇതൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രധാന കാരണം അപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. രണ്ടാമത് വയനാട് ദുരന്തം. ഈ ദുരന്തവും ഒരു പ്രധാന കാരണമാണ്. ഈ സമയത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ആൾക്കാർക്ക് പോളിംഗ് ശതമാനം കുറയ്ക്കാൻ കാരണമാക്കി. ഈ ഒരു ട്രാജഡിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്. ഈ 2 ഫാക്ടേഴ്സും നിലനിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി. മൂന്നാമതൊരു കാരണം, എന്തായാലും കോൺഗ്രസ് ജയിക്കും, പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവരും വിചാരിച്ചു കാണും. പ്രത്യേകിച്ച് UDF വലിയ വിഭാഗങ്ങൾ വിചാരിച്ചു കാണും. കാരണം എന്തായാലും ഇത് തോറ്റ കളിയാണ്, പിന്നെ ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ LDF അണികളിലും മറ്റും തോന്നിക്കാണും. അതോടൊപ്പം കോൺഗ്രസിനും ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഓവർ കോൺഫിഡൻസും ഇതിൻ്റെ കാരണമാകും. അപ്പോൾ ചുരുക്കത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വാസ്തവത്തിൽ അത് UDFന് കുറച്ച് ക്ഷീണമുണ്ടാക്കും. വിജയത്തെക്കുറിച്ചുള്ള സംശയമല്ല പറയുന്നത്, മാർജിൻ ഓഫ് വിക്ടറിയാണ്. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ കുറച്ച് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. UDF സർക്കിൾ നന്നായിട്ട് വിശ്വസിച്ചിരുന്നു. അത് ദേശീയ രാഷ്ട്രീയത്തിന് വിരുദ്ധമായൊരു ചിന്താഗതി ഇവിടെ തോന്നിയിരുന്നു. അന്ന് BJP തരംഗമുള്ളപ്പോൾ കേരളത്തിൽ മറിച്ചാണ് ചിന്തിച്ചത്. പക്ഷെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ള തോന്നലുണ്ടായി. 2024 അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നിട്ടും പോളിംഗ് ശതമാനം നിലനിർത്തി. പിന്നെ വോട്ടിൻ്റെ കാര്യത്തിൽ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ കാലത്ത് അത്രയും 19 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ പ്രിയങ്കയ്ക്ക് ആ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ക്ഷീണമാണ്. അതിൽ കൂടുതൽ കിട്ടണം. അത് കിട്ടുമെന്നുള്ളത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഒരു പ്രശ്നമാണ്, പറയാൻ പറ്റാത്തൊരവസരം. രാഹുലിന്റെ ഭൂരിപക്ഷം എന്തായാലും പ്രിയങ്കയ്ക്ക് കിട്ടില്ല എന്ന് ഈ ഒരു പോളിംഗ് മാർജിൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിലും ഒരു ആവറേജ് ഭൂരിപക്ഷത്തോട് അടുക്കുമല്ലോ. 3 ലക്ഷത്തിനടുത്ത് കിട്ടണം. 3 ലക്ഷത്തിൻ്റെ അടുത്ത്. പക്ഷെ 3.5 വരണ്ടേ, അത്രയെങ്കിലും വരണ്ടേ. ഇപ്പോൾ 3 ലക്ഷത്തിനടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വിരക്തി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പ്രവർത്തനം കുറച്ചുകൂടി ശക്തിപ്പെട്ടു എന്ന് കാണിക്കാം. ഇപ്പോൾ BJPയുടെ ചെറുപ്പക്കാരി നവ്യ ഹരിദാസാണ് മത്സരിച്ചത്. സുരേന്ദ്രന് കിട്ടിയ 13% നിലനിർത്തിയാൽ തന്നെ അത് BJPക്ക് സന്തോഷമാണ്. ചിലപ്പോൾ 1% കൂട്ടാൻ വഴിയുണ്ട്. സത്യൻ മൊകേരി വളരെയധികം LDFന്റെ പ്രിഫറബിൾ കാൻഡിഡേറ്റാണ്. അവിടെ നിലനിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ്. അപ്പോൾ അവർ നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിജയ പ്രതീക്ഷയില്ലെങ്കിൽ പോലും പ്രവർത്തനത്തിൽ LDFും BJPയും ഒട്ടും പിറകിലല്ലായിരുന്നു. പ്രിയങ്ക വന്നത് കരിഷ്മയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ ഒരു ആവേശം ഉണ്ടാക്കിയോ എന്നൊരു സംശയമുണ്ട്. ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരുന്നെങ്കിൽ അതൊരു UDF തരംഗം ഈ എല്ലായിടവും ഉണ്ട് എന്ന് തോന്നും. അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ വയനാട് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ശക്തമായൊരു മണ്ഡലം, 4 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് അസാമാന്യമായ മേധാവിത്വമുണ്ട്. ബാക്കി 3 UDFനും മേധാവിത്വമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ അനായാസനെ വിജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. അതനുസരിച്ചുള്ള പോളിംഗ് എന്തുകൊണ്ട് വന്നില്ല? പക്ഷേ ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര ഫണ്ട് കിട്ടിയില്ല, കേന്ദ്രം സഹായിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതൊക്കെ പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ വരെങ്കിൽ പോളിംഗ് കൂടെയല്ലേ വേണ്ടത്. അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് പോളിംഗ് വർദ്ധിപ്പിച്ച ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി വോട്ടേഴ്സ് പ്രിഫറൻസ് കൊണ്ടുവരണം. അത് അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കഴിയണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിധി വരുമെന്ന് നമുക്കറിയാം. പ്രിയങ്കയ്ക്ക് വോട്ടിംഗ് ശതമാനം ഭൂരിപക്ഷം മാർജിൻ വിക്ടറി 5 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു പ്രതിഷേധമാണെന്ന് പറയാം. പക്ഷെ അത്രയും വലിയൊരു പ്രതിഷേധം ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ഇതുണ്ടായിരുന്നെങ്കിൽ പോളിംഗിൽ അത് കണ്ടനെ. പോളിംഗിൽ അത് കാണാത്തത് വോട്ടർ അപ്പതി, നിസ്സംഗത, ഞങ്ങളതിനെ പറയുന്നത് ഇൻഡിഫറൻസ് ഓഫ് വോട്ടറിനെ വോട്ടർ അപ്പതി, APATHY, അപ്പതി എന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്നത്. അപ്പോൾ അപ്പത്തിക്കുള്ള കാരണം ഇവിടെ വ്യക്തമാണ്. നിങ്ങൾ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരത് മനസ്സിലാക്കണം. ലോക്സഭ അസംബ്ലി വേറെ നേതാക്കന്മാരും ഇല്ലേ പാർട്ടികൾക്ക്? അവരെന്താ പുതിയ ആൾക്കാരും മത്സരിപ്പിക്കാത്തത്? എല്ലാ പാർട്ടിക്കാരും അത് ഒന്ന് തന്നെയല്ലേ ചെയ്യുന്നത്.
അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്. കാരണം അവർ പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന നേതൃത്വം കോൺഗ്രസിലൊക്കെ അങ്ങനെ വന്നവരൊക്കെയാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ AK ആന്റണി ഉൾപ്പെടെ, VM സുധീരൻ ഉൾപ്പെടെ ഒരു സമയത്ത് അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു യുവരക്തത്തിൻ്റെ ഒരു തള്ളിച്ചയാണ് കോൺഗ്രസിനെ പിൽക്കാലത്ത് രക്ഷിച്ചത്. ഇതല്ല, സെയിം ബ്ലഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കസേരകൾ വെച്ച് മാറ്റുന്നല്ലാതെ പുതിയ നേതൃത്വം വരുന്നില്ല. അപ്പോൾ ലീഡർഷിപ്പ് റിക്രൂട്ട്മെന്റ് വരണം. ആ ലീഡർഷിപ്പ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല UDF-ൽ. സ്ഥാനാർത്ഥികളെല്ലാം അവർ LDF-ൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ജനങ്ങൾ ഇൻഡിഫറൻ്റ് ആവുന്നത്. വോട്ടർ അപത്തിക്ക് കാരണം അനാവശ്യമായ തെരഞ്ഞെടുപ്പുകളാണ്. ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ അങ്ങനെ സ്വാഗതം ചെയ്യുന്നില്ല. ആ പ്രതിഷേധമാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണം.